ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഫേസ് പാക്കാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുക. പിമ്പിൾസ് ഉണ്ട്. ഇന്നലെ ഇതിട്ടപ്പോൾ അതൊക്കെ താന്ന്. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണിത്. ലിപ്പിലുണ്ടായിരുന്ന ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ല പിങ്ക് ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉള്ള ഒരു ചാനലാണ്. ചാനലല്ലല്ലോ, വീഡിയോ ആണെന്നല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെ പിമ്പിൾസിനുള്ളതും താരനുള്ളതൊക്കെ ആയിട്ടുള്ള ഡാൻഡ്രഫ്, പിമ്പിൾസ്, ലിപ് കെയർ, അങ്ങനെ ഒരു ഓൾ ടോട്ടൽ ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഉപയോഗിക്കുന്ന കുറേ ഹോം റെമഡീസ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് പാക്ക് ആട്ടോ ഇടുന്നത്. ഫേസ് പാക്ക് ഞാൻ 2 ഫേസ് പാക്ക് ഉപയോഗിക്കാറ്. ഒന്ന് ടാൻ വരുമ്പോഴുള്ള ഫേസ് പാക്കും, ഒന്ന് പിമ്പിൾസിനുള്ള ഫേസ് പാക്കും. ടാൻ വരുമ്പോഴാണെങ്കിൽ ഞാൻ മറ്റേ കോഫി പൗഡർ പ്ലസ് റൈസ് പൗഡർ, പിന്നെ തൈര്, ലെമൺ ജ്യൂസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ടാൻ ഞാൻ പോക്കാറ്. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ടാൻ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പിമ്പിൾസിന് വേണ്ടിയിട്ടാണ്. എൻ്റെ സൗണ്ടിന് ചെറിയ ചേഞ്ച് ഉണ്ട് ബിക്കോസ് ഐ ആം സിക്ക്. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസിനുള്ള ഫേസിൽ എനിക്കിപ്പോൾ കുറേ പിമ്പിൾസ് ഉണ്ട്. പിമ്പിൾസ് എനിക്ക് കുറേയൊക്കെ പോയി ഫേസ് ക്ലിയർ ആയി വന്നതായിരുന്നു. അപ്പോഴാണ് എനിക്ക് പീരീഡ്സ് ആയി. പിന്നെ മനുഷ്യന്മാരല്ലേ, കുറേ സ്ട്രെസ്സും ഡിപ്രഷനും അങ്ങനെ പോയി സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ഇല്ലാതെ പിന്നെ കുറേ ട്രാവൽ ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് വന്ന പിമ്പിൾസ് ആട്ടോ. എനിക്ക് ഈ സാധനം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പിമ്പിൾസൊക്കെ കുറേ മാറിയതായിരുന്നേ. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഞാൻ ഇന്നലെ ജീരകം വാങ്ങി പൊടിച്ച് വെച്ചതാണ്. ഇതാണ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്. എൻ്റെ പിമ്പിൾസ് ഇന്നലെയൊക്കെ അങ്ങനെ പൊന്തി കിടക്കാനും ബൾജ് ചെയ്ത് പുറത്തേക്ക് കിടക്കുന്നുണ്ടായിരുന്നു, വൈറ്റ് കളറിൽ മറ്റേ പസ് നിറഞ്ഞിട്ട്. അത് ഇന്നലെ ഇതിട്ടപ്പോൾ അതൊക്കെ താന്ന്. ഇന്നും ഇടുകയാണ്. ഞാനിനി അടുപ്പിച്ച് എല്ലാ ദിവസവും ഇത് ഇടും കേട്ടോ, നമ്മളെ ഫേസിന് ആവശ്യമുള്ളത്. ഇത് പിന്നെ നെക്കിലേക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല, കാരണം ഇത് പിമ്പിൾ മാറാനുള്ള റെമഡിയാണല്ലോ. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കണ്ടോ, എൻ്റെ കൂടെയൊക്കെ പിമ്പിൾസ്. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. നമുക്ക് കുറച്ച് തൈരും കൂടി യൂസ് ചെയ്ത് നോക്കാം. ഇതിൽ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം കേട്ടോ, ലെമൺ ജ്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ തൈരിന് പകരം നമുക്ക് റോസ് വാട്ടറോ ലെമൺ ജ്യൂസ് മാത്രമായിട്ടൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടം മോത്തി യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത്ര കട്ടിയിൽ ചെയ്യണേ. ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്നലെ ഉപയോഗിക്കുമ്പോൾ ഇതിൽ തേൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇത് അപ്ലൈ ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിമ്പിൾസ് ഇവിടെ അല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കട്ടിക്ക് തേച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, അവിടെയും കുറച്ച് കട്ടിക്ക് തേച്ച് കൊടുക്കുക. പിന്നെ നെറ്റിയിലും കുറച്ച് കട്ടിക്ക് തേച്ച് കൊടുക്കുക. പിമ്പിൾസ് ഉള്ള സ്ഥലത്ത് കുറച്ച് കട്ടിക്ക് തേച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 20 മിനിറ്റ് ഇത് മുഖത്ത് വെക്കാം. പിന്നെ ഇന്നലെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ലിപ് കെയർ ചെയ്യുന്നുണ്ട്, പിന്നെ തലയിൽ താരൻ പോകാൻ വേണ്ടിയിട്ട് ഹെഡ് മാസ്ക് കൂടി ചെയ്യുന്നുണ്ട്. അതും കൂടി ഇതിൽ കാണിച്ചു തരും കേട്ടോ. ഇപ്പോൾ ഫേസിൽ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി വാഷ് ചെയ്തിട്ട് കാണാം. ബൈ. ഇപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്തു. ഇപ്പോൾ കണ്ടോ പിമ്പിൾസ്. ഇനി പിമ്പിൾസൊക്കെ ബൾജ് ചെയ്ത് വന്ന് പൊട്ടി അതിങ്ങനെ മാറും. അപ്പം അതിന് വേണ്ടത് പഞ്ചസാരയും തേനുമാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ ലിപ്പിൻ്റെ അവസ്ഥ.
ഇത് വെച്ചിട്ട് ഇനി നമുക്ക് ലിപ്പ് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കാം. സ്ക്രബ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് അത് അങ്ങനെ തന്നെ ചുണ്ടിൽ വെച്ചിരിക്കുക. 5 മിനിറ്റിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇതാണ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള റിസൾട്ട്. നമ്മുടെ ചുണ്ടിൻ്റെ മുകളിലുള്ള ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ല പിങ്ക് ലിപ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്തതുപോലെ കുറച്ചധികം ടൈം തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്തതിന് ശേഷം എന്തായാലും മസ്റ്റായിട്ട് ലിപ് ബാം യൂസ് ചെയ്യണം കേട്ടോ. ഇനി ഫേസും ലിപ്പൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മോയ്സ്ചറൈസർ തേച്ചെടുക്കണം. ലിപ്പിന് വാസ്ലീനും മുഖത്ത് ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു മോയ്സ്ചറൈസറുമാണ് തേച്ചെടുക്കുന്നത്. ഞാനിതിൽ സംസാരിക്കുമ്പോൾ ഒരു ശ്വാസമുട്ടുള്ള ആൾ സംസാരിക്കുന്ന പോലെ ഉണ്ട്. കാരണം എനിക്കിപ്പോൾ ജലദോഷം കഫക്കെട്ടൊക്കെ ആണ് കേട്ടോ. പനിയൊക്കെ വന്നിരിക്കുകയാണ്. അതാണ് സൗണ്ടിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഫേസിലിട്ട ഫേസ് മാസ്ക് നമ്മൾ കഴുകി കളയുമ്പോൾ എന്തായാലും സ്ക്രബ് ചെയ്തിട്ടാണ് കഴുകി കളയുക. ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും മോയ്സ്ചറൈസർ മുഖത്തും തേച്ച് കൊടുക്കണം. ഞാൻ ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു മോയ്സ്ചറൈസറാട്ടോ തേച്ചെടുക്കുന്നത്. ഇതൊരു അടിപൊളി മോയ്സ്ചറൈസറാണ്. നമ്മളെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഫേസ് മാസ്ക് ഇട്ടു, ലിപ് കെയർ ഇട്ടു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് ഡാൻഡ്രഫ് കളയാനായിട്ടുള്ളൊരു പാക്കാണിത്. ഞാൻ ഷോർട്സിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എപ്പോഴും ഡാൻഡ്രഫ് വരുന്ന ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക് ആട്ടോ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ല എൻ്റെ സ്കിന്ന് ഒരു ചെറിയ ഗ്ലോയിങ്, കുറച്ച് ബ്രൈറ്റൻ ആയിട്ടില്ലേ. അതാണ് തൈര് ഉപയോഗിച്ചിട്ട് മുഖത്ത് നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് തൈര് ഉപയോഗിക്കുമ്പോൾ. മിൽക്ക് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ കിട്ടാറില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഹെയർ കെയർ ആണ്. ഹെയറിൽ ഡാൻഡ്രഫ് പോകാനുള്ള ഹോം റെമഡി. കടുക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തൈരായിട്ട് മിക്സ് ചെയ്തിട്ട് അത് തലയിൽ തേക്കാം. ഇങ്ങനെയാണ് കടുക് ഞാൻ വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് മിക്സിയിലൊക്കെ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് അത് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം ഞാൻ കുറച്ച് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് നമ്മൾ തലയിൽ സ്കാൽപ്പിൽ മാത്രം തേച്ചാൽ മതി. ഹെയറിലേക്ക് തേക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ ചെറുതായിട്ട് നീറലുണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാകുന്നത് തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരം വെക്കുക. അധികം സഹിക്കാൻ പറ്റാത്ത വേദനയും സ്മെല്ലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളഞ്ഞോളൂ. പക്ഷെ അത് നല്ല റിസൾട്ടുള്ളൊരു സാധനമാണ്. തേക്കുമ്പോൾ എന്തായാലും കുറച്ചൊരു എരിച്ചിലുണ്ടാവും സ്കാൽപ്പിൽ. പക്ഷെ അത് പ്രശ്നമാക്കണ്ട. സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.